അതിന്റെ ഒരു കൺസേൺ ആയിരിക്കും അവരുടെ ഫണ്ട് ഷോർട്ടേജ് ഉണ്ടോ, അതുപോലെ തന്നെ ആരെങ്കിലും അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ, സിസ്റ്റം മാനിപ്പുലേറ്റ് നമ്മളെ സ്റ്റോക്ക് സൈസ് ലീക്കേജ് ഉണ്ടോ. ഈ ഒരു ടൈപ്പ് ഓഫ് ഡൗട്ട്സ് എല്ലാ ബിസിനസ് ഓണേഴ്സിനും ഉണ്ടായിരിക്കും. ഇതിലുള്ള സൊല്യൂഷൻ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുക ഇന്റേണൽ കൺട്രോൾ, പ്രോപ്പർ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് പ്രോപ്പർ അക്കൗണ്ടിംഗ് സിസ്റ്റം, പ്രോപ്പർ റെക്കോർഡിംഗ് സിസ്റ്റം, പ്രോപ്പറായിട്ട് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ എല്ലാം റീകൺസിൽ ചെയ്യുക. ഇനി ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷന് നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നിർബന്ധമാക്കുക. ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണെങ്കിൽ കൂടി റാൻഡ് ആയിട്ട് ചെക്ക് ചെയ്യുക, ഈ സപ്പോർട്ട് ഡോക്യുമെന്റ്സ് എല്ലാം വാലിഡ് ആണോ. അതുപോലെ തന്നെ പേയ്മെന്റ്സും ഇതെല്ലാം കമ്പനി ടു കമ്പനി മാത്രം ചെയ്യുക. ക്യാഷ് ട്രാൻസാക്ഷൻസ് വളരെ കുറയ്ക്കുക, വളരെ ചെറുതായിട്ട് പറ്റിയ ട്രാൻസാക്ഷൻ മാത്രം ക്യാഷ് ആക്കുക, ബാക്കിയെല്ലാം ബാങ്ക് ടു ബാങ്ക് ആക്കുക ട്രാൻസാക്ഷൻസ്. അതുപോലെ ഇൻവെന്ററി കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റാൻഡ് ആയിട്ട് ഇൻവെന്ററി ഓഡിറ്റ് ചെയ്യാൻ പറ്റും, നമ്പേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻവെന്ററി നമ്പേഴ്സ് പ്രോപ്പർ ആണോ, അക്കൗണ്ട് മാച്ച് ചെയ്യണ്ടോ, ഫിസിക്കൽ അക്കൗണ്ടായിട്ട് മാച്ച് ചെയ്യണ്ടോ, മാച്ച് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മാച്ച് ചെയ്യണമെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്, ഇന്റർണൽ കൺട്രോൾ ആക്ടിവിറ്റീസ് നമ്മൾ സ്ഥിരമായിട്ട് കമ്പനിയിൽ കമ്പനി നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ എംപ്ലോയീസിന്റെ മനസ്സിൽ നമുക്ക് ഒരു മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, നമ്മളെ കമ്പനി ഒരു മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഒരു സിസ്റ്റം മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലോ ഫോഴ്സ് ഒന്നും ഇല്ല, എല്ലാ എംപ്ലോയീസും നല്ല എംപ്ലോയീസ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഒന്നോ രണ്ടോ എംപ്ലോയീസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും മെന്റാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെന്റാലിറ്റി നമുക്ക് ക്ലിയർ ആയിട്ട് തുടച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതായിരിക്കും അതിനുള്ള ഒരു പ്രോപ്പർ